ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ആണല്ലോ, നല്ല വെയിലുള്ള ദിവസം, നല്ല ബ്രൈറ്റ് സൺഡേ ആണെന്ന്. അപ്പോൾ ഞാൻ ഡാൻസിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് കേട്ടോ. എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ ഞാൻ റെഡി ആയി നിൽക്കുകയാണ്. അമ്മ ഇപ്പോൾ വരും, അമ്മ റെഡി ആവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം. അനിയത്തിയുണ്ട്, അനിയത്തിയും ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് LKG തുടങ്ങിയിട്ട് ഡാൻസ് പഠിക്കാനാണ്. ഞാൻ പഠിക്കുന്നത് സുധ ടീച്ചറുടെ അടുത്താണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ അങ്ങോട്ട് പോകണം. അപ്പോൾ അമ്മ റെഡി ആയിട്ട് നമുക്ക് പോകാം. 10:30-ക്കാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് കേട്ടോ ഗൈസ്. സോ ഇതാണ് എൻ്റെ യൂണിഫോം കേട്ടോ, ഡാൻസിൻ്റെ. എനിക്ക് യൂണിഫോം ഉണ്ട്, നല്ല അടിപൊളി കളേഴ്സാണ്, ഗ്രീനും പിങ്കും വന്നിട്ടുള്ളൊരു കോമ്പിയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് ചെല്ലണം ഡാൻസ് ക്ലാസ്സിലേക്ക്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷേ ഗായ്സ്, നമ്മൾ പോണ നേരത്തുണ്ടല്ലോ പ്ലാനൊന്നും മാറ്റേണ്ടി വന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഒരുങ്ങിയിട്ട് നിന്നു ഡാൻസിന് പോകാൻ വേണ്ടിയിട്ട്. 10:30-ക്കായിരുന്നു മിസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുങ്ങി വന്ന് സെറ്റായപ്പോഴത്തേനും ടൈം നോക്കിയപ്പോൾ 11:30 കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. അപ്പോൾ പ്ലാൻ മാറ്റിയിട്ട് എന്തായാലും ഇന്ന് 1-ാം തീയതി കൂടിയാണല്ലോ, നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അമ്മ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോണത് എടമുട്ടം അമ്പലത്തേക്കാണ്. അപ്പോൾ 1-ാം തീയതി അല്ലേ, പൂയം 1 അല്ലേ, അപ്പോൾ അങ്ങോട്ട് അവിടെ പോയി തൊഴാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. ഫൈനലി ഞങ്ങൾ അവിടെ അമ്പലത്തിലെത്തി. അങ്ങനെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഉച്ചപൂജ നടക്കണോണ്ട് തന്നെ ഞങ്ങളവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെയാണ് നട തുറന്നത്. അങ്ങനെ നട തുറന്നു. അപ്പോഴാണ് തൊഴുത് വന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. സൂപ്പറായിരുന്നു. അങ്ങനെ കഴിക്കുന്നു ഞങ്ങൾ. നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി. തെച്ചുമോനക്ക് പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ കൊണ്ടുവന്നാക്കണമായിരുന്നു. അത് 12:30-ക്കായിരുന്നു. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ 12:30-ക്കൊന്നും എത്താൻ പറ്റിയില്ല. ബട്ട് നമുക്ക് ഒരു 12:45 ആയപ്പോഴത്തേനും പാട്ട് ക്ലാസ്സിലെത്തിയിട്ടോ. ഒരു 15 മിനിറ്റ്സ് ലേറ്റ് ആയുള്ളൂ. ഞങ്ങൾ സദ്യ കഴിക്കാട്ടോ. ബബു എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പറായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ഫൈനലി എത്തിയിട്ടോ. അമ്പലത്തിലൊക്കെ പോയി അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം എന്തായാലും 1-ാം തീയതി അല്ല, അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ വീട്ടിലെത്തി. ഇനി കുറേ അടിപൊളി വിശേഷങ്ങളുണ്ട് ഇന്ന്. പിന്നെ ഇന്ന് 1-ാം തീയതി പൂയം 1-ാം തീയതി അച്ഛമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, പിറന്നാൾ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അച്ഛമ്മക്ക് അറിയൂല. പിന്നെ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെ ഇന്ന് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട് നമുക്ക്, അച്ഛമ്മയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ. സോ നമ്മളിന്ന് ഡാൻസിന് പോയില്ല കേട്ടോ. ഞാൻ ചേഞ്ചൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് ഗ്ലാസ് അടയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ് അടയ്ക്കണം. അപ്പം അങ്ങനെയാണ് ഇന്ന് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പം സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പക്ഷേ വൈകിട്ട് എനിക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ. ടീച്ചറിൻ്റെ വീട്ടിലാണത്. അത് നമുക്ക് അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ശിവരാത്രി സ്പെഷ്യലായിട്ട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, ദിസ് ഈസ് പിറന്നാളുകാരി. ഹായ് പറയൂ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഹായ് ഗൈസ്. അപ്പോൾ ഇത് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഡാൻസ് ടീച്ചറുടെ വീട്ടിലാണെന്ന് ക്ലാസ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അവിടെ പ്രയറാണ് കേട്ടോ, വൈമാണിൻ്റെ അടുത്താണ്. സോ അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് ശിവരാത്രിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഐറ്റം നമുക്ക് പഠിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ കേക്ക് സെറ്റാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ പോകണം ഞങ്ങൾ.
അപ്പോൾ ഗായ്സ് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാട്ടോ. ഹാപ്പി ബർത്ത്ഡേ അംജു, ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. നോക്കാം, ഒരു 15 minutes ആണ് ഇവിടുന്നത്തെ പ്രയർക്കുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗായ്സ് നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. സോ ഭദ്രയുണ്ട്. ദിസ് ഈസ് ബബ്ബൂസ് ഫ്രണ്ട് ആൻഡ് എൻ്റെ ഫ്രണ്ടാണ്. അല്ല ഭദ്രയ്ക്ക് എന്താണ് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്നത്? നല്ല യൂട്യൂബ് ചാനലാണ്. അതെ അതെ. ഞങ്ങൾ 3 പേര് ഇവിടെ കാറിലാട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിപ്പയർ എത്തിയിട്ടില്ല. ജസ്റ്റ് 15 minutes മതി നമ്മുടെ വീട്ടിൽ നിന്ന്. സോ ഗൈസ് നമുക്ക് ഡാൻസ് ക്ലാസ് എത്തിയിട്ട് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഗൈസ് അപ്പോൾ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിലെത്തിട്ടോ. ഗൈസ് ദിസ് ഈസ് ഭൂമി. ഗൈസ് ദിസ് ഈസ് ഭൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഭൂമി ഈസ് വേൾഡ് വൈഡ് ഡാൻസറാണ് ഗൈസ്. ഭൂമിക്ക് എല്ലാ വിധത്തിലുള്ള ഡാൻസ് അറിയാം ഗൈസ്. അതാണ് ഭൂമിയുടെ പ്രത്യേകത. കഥകളി തുടങ്ങിയിട്ട് ഫോക്ക്, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഗൈസ്. അപ്പോൾ ഭൂമി എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറ ഭൂമി എന്തിനു പറയും? ഒന്നുമില്ലേ, എന്തെങ്കിലുമൊക്കെ പറയണം ഗായ്സ്. അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. സോ എല്ലാവർക്കും ബൈ.